ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പി ശശി, പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ സഞ്ജയ് പി, സെക്രട്ടറി പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് രൂപേഷ് കെ, പ്രസിഡന്റ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ. ഇവിടെ ഈ പരിപാടിയിൽ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ബഹുമാനനായ എൻ്റെ സുഹൃത്ത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA, കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചെയർമാൻ ശ്രീ TO മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ, കണ്ണൂർ ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ IAS, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PP സദാനന്ദൻ, കോഫി ഹൗസ് ചെയർമാൻ PV ബാലകൃഷ്ണൻ, നന്ദി അറിയിക്കുന്ന AV അജയ്കുമാർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ പ്രസക്തമായ ഒരു പരിപാടിയാണ് കട്ടൂർ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ദാരിദ്ര്യം, പട്ടിണി, അക്രമത്തിൻ്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് എന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 2 ഇന്ന്. ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമാണ്. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകവ്യാപകമായി ആഗോളതലത്തിൽ തന്നെ ദാരിദ്ര്യം ഒരു പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ് സത്യം. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 107 രാജ്യങ്ങളിൽ 94ാമത് ആണ് എന്നുള്ളതാണ് വസ്തുതാപരമായ കണക്കുകൾ പുറത്തു വരുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയവയുടെ സ്ഥാനം നമുക്ക് മുകളിലാണ്. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ പട്ടിണിയെ സംബന്ധിച്ച് ഹങ്കർ വാച്ച് എന്ന സംവിധാനത്തെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ, അവർ നടത്തിയ സർവേയിൽ പങ്കെടുത്ത 90% കുടുംബങ്ങളുടെയും വരുമാനത്തിൽ കുറവുണ്ടായി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27% കുടുംബങ്ങൾക്ക് വരുമാനമേ ഇല്ല. 24% കുടുംബങ്ങൾക്ക് വരുമാനം പകുതിയായി കുറഞ്ഞു. 20% കുടുംബങ്ങൾക്ക് വരുമാനം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അവർ അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ 20%-ത്തിലധികം വരുന്ന വിഭാഗത്തിന് നാമമാത്രമായ വരുമാനമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 4/1 ചുരുങ്ങി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പല ദിവസങ്ങളിലും ഊണുപോലും കഴിക്കാൻ സാധിക്കാത്ത 30%-ഓളം ആളുകളുണ്ട് ഇന്ത്യയിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കുറവ് മൂലം 40% കുടുംബങ്ങളുടെ പോഷക നിലയിൽ ഇടിവുണ്ടായി എന്നുള്ളതും വസ്തുതാപരമായിട്ട് വിശദീകരിക്കുകയാണ്. 45% കുടുംബങ്ങളും ഭക്ഷണത്തിന് വേണ്ടി വായ്പ എടുക്കേണ്ടി വന്നു. ഇതാണ് കോവിഡ് പശ്ചാത്തലത്തിലെ ഇന്ത്യയുടെ ഒരു സ്ഥിതി. ഈ സർവേയിൽ കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്നില്ല എന്ന് നാം കാണണം. അപ്പോൾ കേരളത്തിലും തമിഴ്നാടും ഒഴിച്ചുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പൊതുചിത്രമാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. പട്ടിണിയിൽ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും ഇന്ത്യ പിന്നിലായി. ഏറ്റവും ദരിദ്രരായ കുട്ടികളുള്ള രാജ്യമായി ബംഗ്ലാദേശിനും പിറകിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ലോകത്ത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളവർ ഇന്ത്യയിലാണ് ഉള്ളത്. ആഗോളതലത്തിൽ 690 ദശലക്ഷം ആളുകൾ
പോഷകാഹാര കുറവുള്ളവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പട്ടിണി മൂലം ലോകത്ത് ഓരോ മിനിറ്റിലും മരിക്കുന്നത് 11 പേരാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന സന്നദ്ധ സംഘടനയായ ഓക്സ്മാസ് ആണ് ഇത് സംബന്ധിച്ച് കണക്ക് പുറത്തുവിട്ടത്. മരിച്ചു വീഴുന്ന 11-ൽ 7 പേരും കോവിഡ് കാരണം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായ പ്രവർത്തനം നടന്നു വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം 1957 VMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ഭൂബന്ധങ്ങളിൽ മൗലികമായ മാറ്റത്തിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. കുട്ടികൾ സ്കൂളിലേക്ക് കൃത്യമായിട്ട് പോകാതിരുന്ന പശ്ചാത്തലത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്. കുടി ഒഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസോടുകൂടി ഭൂമിയിൽ നിൽക്കാൻ, കുടിയാനും കൃഷിക്കാരനും സാധിക്കുന്നൊരവസ്ഥ വന്നു ചേർന്നു. തുടർന്ന് 1967 കാർഷിക ഭൂപരിഷ്കരണ നിയമം നടപ്പിലായതോടുകൂടി, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ 1970 നടന്ന ശക്തമത്തായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഫലമായി പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമനിർമ്മാണത്തെ കൂടി ഉപയോഗിച്ച് ഏതാണ്ട് 36 ലക്ഷത്തോളം ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമി, 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെയുള്ള ഭൂമി ലഭിച്ച സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ സാക്ഷരതാ പ്രവർത്തനങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ജനകീയാസൂത്രണ പ്രസ്ഥാനം, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട്, അധികാര വികേന്ദ്രീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണവും അതുപോലെ തന്നെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാകെയും താഴേത്തരം വരെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന രീതിയിൽ നൽകുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷമായി, രജത ജൂബിലി വർഷമാണ് ഇപ്രാവശ്യം. ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു ജനതയെ, അത് പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ തന്നെ പിന്നോക്ക സമുദായം, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗം ഉൾപ്പെടെയുള്ളവരെ മുമ്പോട്ടേക്ക് നയിക്കാൻ, ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നത്. ആ നടന്ന പ്രവർത്തനത്തിലൂടെ ഒരു വലിയ ജനവിഭാഗങ്ങളെ നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ 2ാം ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ യോഗം ഒന്നാമത്തെ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്തത് അതിദരിദ്രരെ കണ്ടെത്തുക എന്നുള്ള അജണ്ടയാണ്. കേരളത്തിൽ 7 ലക്ഷത്തിലധികം വരുന്ന ദരിദ്രരായ ആളുകളുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതിലും ദരിദ്രരായൊരു വിഭാഗം, നമ്മുടെ ഒന്നും മുമ്പിലേക്ക് വരാത്ത, ആരും കാണാത്ത, ആരുടെയെങ്കിലും മുമ്പിൽ വന്ന് എനിക്ക് ഇന്ന ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വിഭാഗം, ഒരു ചെറിയ വിഭാഗം കേരളത്തിലുണ്ട്. അതിദരിദ്രരായ അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുമ്പോഴേക്ക് 22 ആരംഭിക്കുമ്പോഴേക്ക് നമുക്ക് അവരെ കണ്ടെത്താനും സൂക്ഷ്മാംശം പരിശോധിച്ചുകൊണ്ട് ഓരോ കുടുംബത്തെയും എങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് എന്ന കാര്യം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് തീരുമാനിക്കാനും നമുക്ക് സാധിക്കും. ആ രീതിയിൽ അതിദരിദ്രരില്ലാതെ ഒരു നാടായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉന്നമായിട്ട് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയെല്ലാമുള്ള പരിസ്ഥിതികളും പരിപാടികളും എല്ലാം നടക്കുമ്പോഴും വിശപ്പ് രഹിത സംസ്ഥാനം, വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും ശക്തമത്തായ ജനകീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്ന കേരളം എല്ലാം ആണെങ്കിലും ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള അനുഭവം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കൃത്യതയോടുകൂടി ഭക്ഷണം എത്തിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കണ്ണൂർ പട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച അനുഭവമുള്ള ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് അവരെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ജനകീയ ഹോട്ടലുകൾ, ഇപ്പോൾ വൈറസിൻ്റെ കടന്നാക്രമം COVID-19 നമ്മുടെ കേരളത്തെ മുഴുവൻ, ലോകത്തെയാകെ ബാധിച്ചിരിക്കുന്നു. കേരളത്തെയും ബാധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യരും പട്ടിണി കിടന്ന് മരിക്കരുത്.
ആ പ്രഖ്യാപനം കേട്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരംഭിച്ച ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അവിടെയെല്ലാം ചുരുങ്ങിയ വിലക്കോ അല്ലെങ്കിൽ സൗജന്യമായോ ഭക്ഷണം ഈ പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു സാധ്യത ഉയർന്നു വന്നതോടുകൂടി ആ തലത്തിലേക്ക് ചിന്തിക്കുന്ന സംവിധാനങ്ങളും സംഘടനകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ വിഷമതകൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന വിഭാഗത്തെ വിശദമായ സർവേ നടത്തി കണ്ടെത്തുക എന്ന നമ്മുടെ ഈ പ്രക്രിയ ശക്തിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. ആത്മാഭിമാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരണത്തോട് അടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. സമൂഹത്തിൻ്റെ സമഗ്രമായ മുന്നോട്ട് പോക്കിന് കരുത്തു നൽകാൻ കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും വിവിധ തലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ഇവിടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ഇടപെടലുകളുമായി രംഗത്ത് വരികയാണ്. ഒരു നേരത്തെ ആഹാരം ലഭ്യമല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനുള്ള ഫീഡ് കണ്ണൂർ ഉദ്യമം ഏറെ പ്രശംസനീയവും മാതൃകാപരവുമാണ്. ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഫീഡ് കണ്ണൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, പ്രത്യേകിച്ച് കണ്ണൂർ നിവാസികളുടെ, കണ്ണൂരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശംസനീയമായ മാതൃകാപരമായ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ പി ശശി ഉൾപ്പെടെയുള്ള ഇന്നത്തെ അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഔപചാരികമായി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.